ഹലോ, ഒരുങ്ങിയിട്ട് എങ്ങോട്ടാ എന്നല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇന്ന് കേരള ഹിന്ദു അസോസിയേഷൻ ഓഫ് ന്യൂ ജേഴ്സിൻ്റെ വിഷു പ്രോഗ്രാം ഇവിടുത്തെ ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ നടക്കുന്നുണ്ട്. അവിടെ ഞാനും പിന്നെ എൻ്റെ ഒരു 6 സുഹൃത്തുക്കളോട് ചേർന്നിട്ട് ഒരു അടിപൊളി വിഷു സ്പെഷ്യൽ ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് കേട്ടോ. ഈ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കോസ്റ്റ്യൂമിന് ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കണ്ണൂരുള്ള നൈസ സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുത്താണ് കേട്ടോ. അത് നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാം ലീന എന്ന് പറയുന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിരിക്കും. കാരണം ഒരുപാട് US-ലുള്ള ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ചേച്ചി ഏത് സ്ഥലത്തും എവിടേക്കും ചേച്ചി നമുക്കിത് കോസ്റ്റ്യൂംസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും കേട്ടോ. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള എല്ലാ ഐറ്റംസും ചേച്ചി തന്നെ പർച്ചേസ് ചെയ്താണ് നമുക്ക് ഈ നാട്ടിലേക്ക് അയച്ചു തന്നത്. അപ്പോൾ അതിന് ഒരുപാട് താങ്ക് യു ചേച്ചി. ഇത് ഞങ്ങളൊരു 7 പേർക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ചിട്ടാണ് നമുക്കിത് അയച്ചു തന്നത്. സ്റ്റിച്ചിങ് ഒരു രക്ഷയില്ല, കൊടുത്ത അളവിൽ തന്നെ ചേച്ചി തയ്ച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നു. അപ്പോൾ താങ്ക് യു ചേച്ചി. ഇനി നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ കഥയിലേക്ക് പോകാം. ഓർണമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കണ്ട തനി സ്വർണം പോലെ തന്നെ ഇരിക്കും. അതുപോലെ ആയിരുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ പറയുന്ന കമ്മലാണെങ്കിൽ ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. അതുപോലെ എല്ലാ സാധനങ്ങളും ഒരു രക്ഷയില്ല, കണ്ടാൽ നല്ല ക്വാളിറ്റിയിലായിരുന്നു എല്ലാം. അപ്പോൾ ഷോപ്പ് ഡീറ്റെയിൽസ് വേണ്ടേ? അപ്പോൾ നമ്മൾ ഈ ജ്വല്ലറീസ് എല്ലാം എടുത്തിരിക്കുന്നത് ഊർവശി ലേഡീസ് നോവൽറ്റീസ് എറണാകുളത്ത് നിന്നാണ് കേട്ടോ. ഇവർക്ക് കോഴഞ്ചേരിയിൽ ഒരു സ്ഥാപനമുണ്ട്, പക്ഷെ അവിടെ നിന്നല്ല നമ്മൾ ഈ ജ്വല്ലറീസ് എടുത്തത്. നമ്മൾ എടുത്തിരിക്കുന്നത് ഊർവശി ലേഡീസ് നോവൽറ്റീസ് എറണാകുളത്ത് നിന്നാണ്. ജ്വല്ലറീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഷോപ്പ് ഡീറ്റെയിൽസും മറ്റും നമുക്ക് കിട്ടിയത് ഇവരുടെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആയിരുന്നു. അതിനകത്തൊരു വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വിളിച്ചപ്പോൾ ഒരു ആരാധ്യ എന്ന് പറയുന്നൊരു കുട്ടി എടുത്തു. അവളാണ് എന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത്. കാരണം ഞാൻ റെഫറലായിട്ട് അയച്ചു കൊടുത്ത എല്ലാ പിക്ചേഴ്സിൻ്റെയും അതേ എക്സാക്ട്ലി തോന്നുന്ന ഓർണമെൻറ്റ്സ് എനിക്ക് അവൾ കളക്ട് ചെയ്ത് ഞങ്ങൾക്കൊരു 7 പീസസ് വേണമായിരുന്നു. ആ 7 പീസസ് അവൾ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. ലൈക്ക് എല്ലാ ഐറ്റംസ്, കമ്മലാണെങ്കിലും ലൈക്ക് വള, പിന്നെ ഹെയർ പറഞ്ഞ പറ്റില്ല, ഒറിജിനൽ ഹെയർ പോലുള്ള ഹെയർ വരെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. എന്താ പറയുക, അപ്പോൾ താങ്ക്സ് ടു ആരാധ്യയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ എന്തായാലും നാട്ടിൽ വരുമ്പോൾ എന്തായാലും ആരാധ്യനെ ഞാൻ കാണാൻ പോകും. പിന്നെ നമ്മുടെ ഈ ഓർണമെൻറ്റ്സും കോസ്റ്റ്യൂംസും ഒക്കെ നാട്ടിലിരുന്നാൽ പോരല്ലോ. അപ്പോൾ അത് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് F7 കൊറിയർ ഹബ്ബാണ്. അവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഹെയർ മേക്കപ്പ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് രഞ്ജിനിയുടെ വീട്ടിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ ഒരുവിധം എല്ലാവരും ഒരുങ്ങി നിന്നിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഒരു കാറിൽ അമ്പലത്തിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ രഞ്ജിനിയുടെ കാറിൽ കയറി ഇതേപോലുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫിൽറ്ററാണ് കേട്ടോ ഇട്ടേക്കുന്നത്, ഒരു രക്ഷയില്ലാത്ത ഫിൽറ്റർ. അത് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് കളറ് എനിക്ക് വെച്ചു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫിൽറ്ററിൻ്റെ പേര് വേണമെങ്കിൽ കമൻറ്റിൽ ഫിൽറ്റർ എന്നടിച്ച് കഴിഞ്ഞാൽ ആ ഫിൽറ്ററിൻ്റെ നെയിം ഞാൻ തരാം കേട്ടോ. പിന്നെ ഫിൽറ്റർ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര സുന്ദരിമാരാണേ. പിന്നെ ഇതിനൊരു സീക്രട്ട് ഉണ്ട്, നൈസ സ്റ്റുഡിയോയിൽ ഈ ഹാഫ് സാരിയും. പിന്നെ ഏതൊരു അമ്മച്ചി പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ബ്യൂട്ടീഷ്യനൊന്നും വേണ്ട, പാരമ്പര്യമായി കിട്ടിയ സൗന്ദര്യമാണെന്ന്. ഞങ്ങൾ ഡാൻസിന് പോവാണ് കേട്ടോ. ഓൺ ദ വേ ആണ്. എല്ലാരും പ്രാക്ടീസ് ഈ വണ്ടി ഇരുന്ന് കളിച്ചെങ്കിലും സ്റ്റേജിൽ കാണിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കൂടെയുള്ള കുറേ ആളുകൾ ഡാൻസ് പഠിച്ചവരുണ്ട്. അപ്പം അവരെക്കാളും കൂടുതൽ ടെൻഷനുണ്ട്. കാരണം ഞാൻ ഒരു മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ മ്യൂസിക്കാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യം എനിക്ക് പേടിയില്ലാതെ എനിക്ക് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ആർട്ട്. പക്ഷേ ഡാൻസ് ഞാൻ അത്ര ഇതല്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്നിട്ട് ഞാൻ ഡാൻസ് കളിക്കുകയാണ്. അപ്പം ഒരുപാട് പേരെന്നെ അനുഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ വഴി ഈ കളിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത് കേട്ടോ. വണ്ടിയിൽ ഇരുന്നാണെങ്കിലും ഓരോ മുദ്രകളും ഞങ്ങൾ ഡാൻസിൻ്റെ പാട്ടുകളും ഒക്കെ ഇട്ട് ഞങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ഉണ്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട്.
അപ്പോൾ ആ സമയം വരെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞും സൊറ പറഞ്ഞും ഒക്കെ ഞങ്ങൾ പോയി. പക്ഷെ ഓരോ മൊമെൻറ്റും പറയുകയാണെങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ല. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ മൊമെൻറ്റും. അത്രത്തോളം അടിപൊളിയായിരുന്നു എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഓരോ സമയവും. ഇതാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ഇവിടെ വെച്ചിട്ടാണ് KH ഒരുവിധമുള്ള എല്ലാ കൾച്ചറൽ പ്രോഗ്രാംസും നടക്കുന്നത്. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി. അവിടെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ പുറത്തുണ്ട്, അവർ പ്രാക്ടീസൊക്കെ ആയിട്ടാണ്, അവർ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം അവരുണ്ട്. അപ്പം ഞാൻ അകത്തേക്ക് പോയി. ഒരുവിധ ആൾക്കാരെല്ലാം അതിനകത്തുണ്ട്. അകത്തെത്തിയപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു കൈനീട്ടം കൊടുക്കുമായിരുന്നു നമ്മുടെ അജിത്തേട്ടനും രഞ്ജിത്തേട്ടനും. അപ്പോൾ ഇവരാണ് നമ്മുടെ ഈ KH ഭാരവാഹികൾ, അങ്ങനെയല്ലേ പറയുന്നത്? അതെ, ഭാരവാഹികൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത് കണ്ടക്ട് ചെയ്തെല്ലാം ചെയ്യുന്നത്. അപ്പം വേറെ കാര്യങ്ങളുണ്ട്. ഈ കൊടുക്കുന്ന ഈ വിഷു കൈനീട്ടത്തിൻ്റെ കാർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിൻറ്റ് എക്സ്പ്രസ് ആണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ചെറിയൊരു പ്രിൻറ്റിങ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അജിത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എടുത്തോളൂ ഒരു 100 കാർഡെന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് അജിത്തേട്ടനാണ്. പിന്നെ നമ്മുടെ രഞ്ജിത്തേട്ടനും, രണ്ടുപേരെയും പറയണമല്ലോ. അപ്പോൾ താങ്ക് യു, രണ്ടുപേർക്കും താങ്ക് യു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മ്യൂസിക് ഗ്രൂപ്പാണ് കേട്ടോ. ഞാൻ പാട്ട് പാടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ വിഷുവിനൊരു പാട്ട് പാടണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ കുറച്ച് പേരെ കൂടെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു പാട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് അശ്വതി, സിജി ചേട്ടൻ, പിന്നെ ഗോപി, പിന്നെ രൂപേഷ് ചേട്ടൻ, പിന്നെ ഞാൻ. അപ്പം ഞങ്ങളിങ്ങനെ ചെറിയൊരു ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫ്യൂഷൻ സോങ്സ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് പാടി, അത്രേ ഉള്ളൂ കേട്ടോ. അധികം പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മഴവിൽ ടീമിൻ്റെ ഡാൻസാണ്. മഴവിൽ ടീമിനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ട്. ഒരുപാട് ഡേയ്സ് ഒന്നും എടുത്തില്ല ഞങ്ങൾ ഈ ഡാൻസ് പഠിച്ച് ഇറങ്ങാനായിട്ട്. ചില പരിമിതികൾ കാരണം ഓരോരുത്തരും ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ്. അവരവരുടെ ടൈം ലൈക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പഠിച്ചെടുത്ത ഒരു ഡാൻസാണിത്. അപ്പോൾ ഇത് നീജു എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അവളാണ് നമ്മളെ ഈ ഡാൻസ് സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച്. അവൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് പേര് മാത്രമേ ഡാൻസ് പഠിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഡാൻസ് പഠിച്ചവരൊന്നും അല്ല. എല്ലാവരുടെയും എഫേർട്ട് എടുത്ത്, കാരണം ഓരോരുത്തരും ഇതിനകത്തുള്ള എല്ലാവരും അവരവരുടെ എഫേർട്ട് എടുത്താണ് ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഇറങ്ങാൻ പറ്റിയത്. ഇതിൽ പുറമേ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് നോക്കി എന്തോരം പേരാണല്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിഷു ആഘോഷിക്കാറുണ്ടോ? ഇതുപോലെ ഇത്രയും കമ്മ്യൂണിറ്റി ആയിട്ട് ആഘോഷിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 19 വർഷം നാട്ടിൽ നിന്നിട്ടുണ്ട്, ഞാനിതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതേപോലുള്ള കമ്മ്യൂണിറ്റി ലൈക്ക് ഓരോ അസോസിയേഷൻകാർ ഇങ്ങനെ കണ്ടക്ട് ചെയ്തുണ്ടാക്കുമ്പോൾ ഇത്രത്തോളം ആൾക്കാർ മലയാളികളുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ഓരോ ദിവസവും ഇവിടുത്തുള്ള ആളുകൾ അന്യോന്യം സംസാരിക്കാതെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി വരുമ്പോഴാണ് അവരുടെ ഓരോ ആർട്ടുകൾ സ്കിൽസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെയുള്ള അസോസിയേഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നതിലേക്ക് KH ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജിലൊരു 80% ആൾക്കാരും സ്ത്രീകളാണ് പെർഫോം ചെയ്തത്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലിയാണ്, പ്രത്യേകിച്ച് അവരുടെ ഭർത്താക്കന്മാർ. ഇവരുടെ കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ വന്ന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ അതിന് അവർക്കാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ കുറേ സമയം ചിലവഴിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരുടെ കുറേ സമയം നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ അവരൊരു സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ അവർക്ക് വലിയൊരു താങ്ക്സ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അവരും ഇതിനൊരു ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസാണ്. പിന്നെ KH ഈ ഒരു ഭക്ഷണം നമ്മുടെ നാടൻ കേരള സദ്യയാണ് അവർ നമുക്ക് തന്നത്. പക്ഷേ വാഴയിലല്ല കേട്ടോ. നടുക്ക് ചോറും ചുറ്റിന് കറികളും വെച്ചിട്ടുള്ള ഒരു പാത്രം. കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ പൂക്കളെ ഇട്ട പോലെ ഇരിക്കും. പല നിറങ്ങളിലുള്ള കറികൾ. എന്നെ സംബന്ധിച്ച് ഈ ഒരു രുചി പുതിയതായിരുന്നു. കാരണം തിരുവിതാംകൂർ സ്റ്റൈലിലുള്ള സദ്യ കഴിച്ച് വളർന്ന ഞാൻ
പുതിയൊരു രുചിക്കൂട്ട് കണ്ടെത്തി കേട്ടോ. എൻ്റെ നാവിന് പരിചിതമില്ലാത്ത ഏതോ ഒരു രുചി. പക്ഷെ ഞാൻ എപ്പോഴും പറയും, ഒരു ചാൻ വയറിനെ ശമിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഏത് ഭക്ഷണവും സ്വർഗ്ഗതുല്യമാണ്. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം എൻജോയ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പം ഇവിടെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫെമിലിയർ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. കുറേ പേര് എനിക്കറിയാം, കുറേ പേരെ എനിക്കറിയത്തില്ല. എന്നാലും ഇവരെല്ലാവരും മലയാളികളാണ് എന്ന് തോന്നുമ്പോൾ ഒരുപാട് സന്തോഷം. കഴിഞ്ഞൊരു 5 വർഷം മുന്നേ ഞാൻ ഒരു മലയാളികളെയും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ മലയാളികളെ കണ്ടപ്പോൾ ഞാൻ ഇത് തന്നെയാണോ കേരളം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പിക്ചറിലും എൻ്റെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ. എൻ്റെ അച്ഛനായി കരുതുന്നതും എൻ്റെ അമ്മയായി കരുതുന്നതും എൻ്റെ കൂട്ടുകാരായിട്ട് കരുതുന്നവരും ഒക്കെ ഇതിലുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കുറേ ആളുകളുണ്ട്. ഇതെല്ലാം സൗഹൃദമാണ്, ഇതെല്ലാം സ്നേഹവുമാണ്. ഈ സ്നേഹം ഇനി എന്ത് കിട്ടുമെന്നറിയില്ല, പക്ഷെ ഈ ഫോട്ടോയിൽ ഈ ചിരി എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു ആഘോഷം കേച്ചഞ്ചിയോടൊപ്പം. പിന്നെ മറക്കാതെ മറ്റു വീഡിയോകളൊക്കെ കാണാൻ നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു കേച്ചഞ്ചി ടീം. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അവസാനം ഞാൻ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ റീൽസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ മറക്കല്ലേ കേട്ടോ. നന്ദി.